അംഗൻവാടി നിയമന ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടാത്തതിനാലാണ് അജണ്ടയ്ക്ക് ശേഷം മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പ്രതിപക്ഷത്തെ അറിയിച്ചത്. യോഗം തുടങ്ങുന്നതിന് മുൻപാണ് ഇക്കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷം കത്ത് നൽകിയത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നഗരസഭയുടെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റ് പ്രധാന വിഷയങ്ങളും അടിയന്തരമായി തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. ഈ വിഷയം മാറ്റിവെച്ചുകൊണ്ട് അംഗൻവാടി വിഷയം ചർച്ച ചെയ്യണം എന്ന് പറയുന്നത് വികസന വിരുദ്ധമാണെന്നും ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു. നമ്മൾ ഇന്ന് 8-ാം തീയതി രാവിലെ 10:30 മണിക്കാണ് കൗൺസിൽ വിളിച്ചത്. അടിയന്തര കൗൺസിൽ എന്ന നിലക്ക് വിളിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് ഫണ്ട് തന്നു. ആ ഫണ്ടിൻ്റെ റിവിഷൻ വെച്ചിട്ട് റിവിഷനല്ല ഫിൽ ഓവർ വർക്കിന് പൈസ കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം വന്നുകൊണ്ടാണ് അടിയന്തര കൗൺസിൽ എന്ന നിലക്ക് ഇന്നത്തെ കൗൺസിൽ വെച്ചത്. 2024-25 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൽ അംഗീകരിച്ച് പോയാൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ വർക്ക് തീർന്ന കുറേ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് കൗൺസിൽ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഈ കൗൺസിൽ തീരുമാനിച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവർ പറയുന്ന അംഗൻവാടി നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പ് മെമ്മോ തന്ന് അവർക്ക് ആയ യോഗത്തിൻ്റെ അകത്ത് കൊണ്ടുവരാമായിരുന്നു. ആരും കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് ഈ അടിയന്തര യോഗം വിളിച്ചപ്പോഴാണ്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു യോഗം വിളിച്ചപ്പോഴാണ് ഇവരിന്ന് ഇതും കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് നഗരസഭ ഉത്തരവാദിയല്ല. നഗരസഭയിൽ നിന്ന് സെക്രട്ടറിയും ചെയർപേഴ്സണും നമ്മുടെ വൈസ് ചെയർമാനും മാത്രമാണ് ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. ഇതിൻ്റെ നിയമനം തികച്ചും ICDS ഓഫീസിലാണ്. അവിടത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ നഗരസഭയിൽ നിന്ന് ഫണ്ട് വെക്കുന്നില്ലെന്ന് ചോദിച്ചു. നഗരസഭയിൽ 35 അംഗൻവാടിയിലുള്ള കൃത്യമായി ഫണ്ട് നഗരസഭയാണ്, അതാത് തദ്ദേശ ഭരണ സ്ഥാപനമാണ് വെക്കേണ്ടത്. ആ ഒരു നല്ല ബോധ്യത്തോടെ തന്നെ ഫണ്ട് വകയിരുത്തുന്നത്. പക്ഷേ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അധ്യാപകന്മാർക്ക് നമ്മളല്ല ശമ്പളം കൊടുക്കുന്നത്, അതെല്ലാം ICDS മുഖേനയാണ് ശമ്പളം കൊടുക്കുന്നതും നിയമിക്കുന്നതെല്ലാം. അവിടെ പോയി ചെയ്യേണ്ട സമരം ഇരിട്ടി നഗരസഭയിലെ കൗൺസിൽ വന്ന് ഒച്ചപ്പാടാക്കാനും അത് വേണ്ടെങ്കിൽ വലിയ ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാണ്. ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ചർച്ച ചെയ്യേണ്ട ഒരു അവസരം വരുമ്പോൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അത് അവർ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. കൗൺസിൽ ഇന്നത്തെ അജണ്ടകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ അജണ്ടകളൊന്നുമില്ല. ഇന്ന് പ്രധാനപ്പെട്ട പദ്ധതിയുടെ അജണ്ടയാണ്, കുറേ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വാർഡ് സഭയുമായി ബന്ധപ്പെട്ട അജണ്ടയാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അവർക്ക് പ്രതിഷേധം ഇപ്പം കുറേ ദിവസമായിട്ട് ഇവിടെ പ്രതിഷേധം നടത്തുന്ന അവർക്ക് പ്രതിഷേധം നടത്താനുള്ള അനുവാദമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം കൗൺസിൽ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് പറഞ്ഞ് സമ്മതിക്കാത്തതുകൊണ്ടാണ് കൗൺസിൽ അടിയന്തരമായി പിരിച്ചുവിട്ടത്. കൗൺസിൽ അജണ്ട അംഗീകരിച്ച് പിരിച്ചുവിട്ടത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.